സുഹൃത്തുക്കളെ, ഒരു തികച്ചും നൂതനമായ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ് ഞാൻ. പലർക്കും ഇത് കേൾക്കുമ്പോൾ ഇഷ്ടമുണ്ടായില്ല എന്ന് വരാം. പലരും കേട്ട് തങ്ങളുടെ മനസ്സിൽ രൂപം കൊടുത്ത ചില ചിത്രങ്ങൾ അതിനനുസരിച്ച് അങ്ങനെ നീങ്ങുകയാണ്. ഈയിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയമാണ്. മലകളിൽ നിന്ന് ഉരുൾപൊട്ടി വെള്ളം വരികയും ആ ഉരുൾപൊട്ടിയ വെള്ളം കടലിലേക്ക് ഒഴുകുകയും ആ ഉരുൾപൊട്ടിനെ തുടർന്ന് ഉരുൾപൊട്ടി വരുന്ന വെള്ളത്തിൻ്റെ അസഹ്യമായ കുത്തിയൊഴുക്കിൽ ചില പ്രദേശം തന്നെ ഒഴുകിപ്പോവുകയും ചില കൊച്ചു ഗ്രാമവും കൊച്ചു അങ്ങാടിയൊക്കെ ഇല്ലാതാവുകയും ചെയ്തത് വയനാട് ഭാഗത്ത് നമ്മൾ ഇപ്പോൾ പറയുകയുണ്ടായി. ഈ തരത്തിലുള്ള വെള്ളം കിട്ടുന്ന മഴ ഈ കൊല്ലം മാത്രം ഉണ്ടായതല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെള്ളപ്പൊക്കവും വെള്ളവും മഴ ആ മലൻ്റെ മുകളിൽ പെയ്യുന്ന വെള്ളം ഈ തരത്തിലുള്ളൊരു ദുരിതം വിതച്ചുകൊണ്ട് അവിടെയുള്ള നാശം വരുത്തിക്കൊണ്ട് അവ ഇങ്ങനെ കുത്തിയൊലിച്ച് വന്ന രംഗമുണ്ടായില്ല. എങ്ങനെയാണ് ഈ ഭൂമിക്കകത്ത് സൂക്ഷിച്ചു വെച്ച ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ച അണ പോലെ പിടിച്ചു നിർത്തിയ ചുറ്റുപുറമുള്ള കല്ലുകളെ കൊണ്ട് വലിയ വൻ കല്ലുകളെ കൊണ്ട് തടഞ്ഞു വെച്ച ആ വെള്ളം അത് ആ മലകളിലെ പാറക്കല്ലുകളെ ഭേദിച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് അത് നീക്കം ചെയ്തുകൊണ്ട് ആ കല്ലുകളോട് കൂടി തന്നെ ആ വലിയ പാറക്കല്ലുകൾ വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് അത് ബിൽഡിങ്ങുകളൊക്കെ അടിച്ച് പൊട്ടിച്ച് ആ ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രളയം തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ വെള്ളം ഭയങ്കരമായ അതിഗംഭീരമായ അസഹ്യമായ മഴയുടെ കാരണമാണ് എന്നാണ് ഒറ്റയടിക്ക് നമുക്ക് തോന്നുക. ഇതുപോലുള്ള മഴ പലപ്പോഴും ഇതിനു മുമ്പ് ഈ ലോകത്ത് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ്. അത്രയൊന്നും വലിയ മഴ പെയ്ത ദിവസങ്ങൾ കുറേ നാളുകൾ വലിയ ശക്തിയേറിയ വെള്ളം കിട്ടുന്ന മേഘസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേഘമൊട്ടാകെ ഭൂമിയിലേക്ക് വെള്ളമായിട്ട് ഇറങ്ങി വന്ന് വലിയൊരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ആ കെട്ടി നിന്ന വെള്ളത്തെയും പർവ്വത നിരയിൽ നിന്ന് പൊട്ടിച്ചു വരാൻ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ വെള്ളം അവിടുന്ന് പൊട്ടിക്കാൻ ഇടവരുത്തിയത് ഈ വെള്ളം അനങ്ങാതെ നിൽക്കുന്ന ഒരു വെള്ളം, ആ പാറക്കെട്ടുകൾക്കിടയിൽ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള വെള്ളം ആരെങ്കിലും പോയിട്ട് കല്ലിനെ നീക്കം ചെയ്തതല്ല, കല്ല് അവിടുന്ന് നീങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ആരാണ് ആ കല്ലുകളെ നീക്കിക്കൊടുത്തു എന്ന് ഇപ്പോഴും ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല. എൻ്റെ ചിന്തരൂപം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് ഭൂമിയിൽ നിന്നുണ്ടായ ഒന്നല്ല. ഭൂമിക്ക് പുറത്തു നിന്നുള്ള ആകർഷണ ഫലമായിട്ട് ഭൂമിയുടെ പാറക്കല്ലുകളെ പുറം ലോകത്തുള്ള ശക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അതുകൊണ്ട് മാറ്റം വരുത്തുകയും ആ പാറക്കല്ലുകളെ നീക്കം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും അതിനെ തുറന്ന ആ പാറകളും ആ വെള്ളവും ഒന്നിച്ച് കുത്തി ഒഴുകാൻ ഇടവരികയും ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ കെട്ടി നിൽക്കുന്നൊരു വെള്ളം എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും പോയിട്ട് കുത്തിയൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്വാരം ഉണ്ടാക്കി കൊടുക്കുകയോ കല്ല് നീക്കം ചെയ്യുകയോ ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടില്ല. നിശബ്ദമായി കടന്നുറങ്ങുന്ന മനുഷ്യരുടെ മേലിലൂടെയാണ് ഈ വെള്ളം കുത്തി ഒഴുകി വന്നത്. പാറക്കെട്ടുകളും കുത്തി ഒഴുകി വരികയാണ്. അപ്പോൾ അങ്ങനെ വരാൻ കാരണം അതിനൊരു പ്രേരക ശക്തി ആകാശത്ത് നിന്ന് നമ്മൾ ചിലപ്പോൾ ഇടിമിന്നൽ ഭൂമിയിലുള്ളതിനെ നശിപ്പിക്കാൻ വരുന്നില്ലേ, ആകാശത്ത് നിന്നുള്ള മേഘസ്ഫോടനത്തെ തുടർന്ന് ഇടിമിന്നലിൽ വന്നിട്ട് ചിലപ്പോൾ പച്ച പിടിച്ചിരുന്ന തോട്ടങ്ങൾ അപ്പടി കരിഞ്ഞു പോകാറുണ്ട്, കത്തിക്കരിഞ്ഞു പോകും. അങ്ങനെ ഇടിമിന്നൽ കൊണ്ട് കത്തിക്കരിഞ്ഞു പോകുന്നത് പോലെ തന്നെ ആകാശത്തു നിന്നുള്ള ഈ തരത്തിലെ ശക്തി ഇവിടെ സ്റ്റോർ ചെയ്ത വെള്ളത്തെയും ഇടിമിന്നൽ പോലെ നീക്കം ചെയ്യാൻ ആ ശക്തിക്ക് സാധിച്ചു എന്നുള്ളത് വേണം പറയാൻ. അങ്ങനെ പോകുമ്പോഴാണ് ഈ വെള്ളം കുത്തി ഒഴുകി പല നദികളിലൂടെയും ചാലിയാറിലൂടെയും മറ്റു പുഴകളിലൂടെയൊക്കെ നമ്മൾ കടലിൽ പോയി ചേർന്നത്. പക്ഷേ അത്രയും വെള്ളം കടലിലേക്ക് ചേർന്നിട്ടും കടലിലെ വെള്ളം ഒരിക്കലും തന്നെ പൊങ്ങിയതായി കണ്ടില്ല. കടൽ വെള്ളം പൊങ്ങാതിരിക്കാനുള്ള കാരണം കടലിലെ വെള്ളം ചേർന്ന് അത്രയും അധികം വെള്ളത്തിൽ ഈ ചെറിയ വെള്ളം ചേർന്ന് കയറുന്നുള്ളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടല്ല. കടലിലെ വെള്ളം പൊങ്ങുന്നത് ഈ വെള്ളം കൊണ്ടല്ല. കടലിലെ വെള്ളം പൊങ്ങുന്നത് ആകാശത്തു നിന്നുള്ള പ്രത്യേകിച്ച് ഗോളങ്ങളിൽ നിന്ന് വരുന്ന ചന്ദ്രനിൽ നിന്നൊക്കെ വരുന്ന ആകർഷണത്തിൻ്റെ ഫലമായി ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്, ടൈഡ്സ് ഉണ്ടാകുന്നു, വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ സന്ദർഭങ്ങളിൽ കടലിലെ വെള്ളം മേലോട്ട് പൊങ്ങും. അത് മഴയെ തുടർന്നല്ല, കടലിൽ ചേർന്ന വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ടുമല്ല. എന്നതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ച വെള്ളം അത് പുറത്തേക്ക് ഒഴുകിയതും ആകാശത്തു നിന്നുള്ള ഒരു ശക്തി പിടിച്ചു വെച്ചതാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചു വെച്ച വെള്ളത്തെ നമ്മൾ എടുത്ത് ഉപയോഗപ്പെടുത്തുന്നത്, അത് ഖനനം ചെയ്ത് വെള്ളം എടുക്കുന്നത്, അതിനാണ് കുഴൽക്കിണറുകളെന്ന് പറയും. അത് കുഴൽക്കിണറുകൾ ഉണ്ടാകുന്ന വെള്ളം, ഭൂമിക്കടിയിൽ സൂക്ഷിച്ച വെള്ളം ഭൂമിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരിക്കും ഒരു പക്ഷേ. ഭൂമിക്ക് മുകളിൽ മഴ പെയ്ത് സ്റ്റോർ ചെയ്ത വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്ന്
അവിടെ സ്റ്റോർ ചെയ്ത വെള്ളത്തെയാണ് ഈ ഭൂമിയിൽ ഖനനം ചെയ്തെടുക്കുന്ന അഥവാ കുഴൽക്കിണർ വഴി എടുക്കുന്ന പാറകളൊക്കെ ഭേദിച്ച് പൊട്ടിച്ചിട്ടാണ് കുഴൽക്കിണറിൽ വെള്ളം പൊക്കിയെടുക്കുന്നത്. അതാണിപ്പോൾ ഒരുപാട് കുഴൽക്കിണറുകൾ നിരോധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങൾ കുഴൽക്കിണർ കുത്തണമെങ്കിൽ അനുവാദം വേണം, ഗവൺമെൻറ് സമ്മതം കൊടുക്കില്ല എന്ന്. പാറകൾ പൊട്ടിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് ഭൂമിയെ ബാലൻസ് ചെയ്യാൻ വെച്ച ഈ വെള്ളത്തെ നമ്മളെടുത്ത് ഉപയോഗപ്പെടുത്തുക. വെള്ളത്തിൻ്റെ രൂപത്തിൽ രീതിയിൽ തന്നെ അതിലെ കണ്ടൻറ്റിന് വ്യത്യാസമുണ്ട്. കുഴൽക്കിണർ ഭാഗി കിട്ടുന്ന വെള്ളവും ഭൂമിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വെള്ളവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പരിശോധന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സൂക്ഷ്മം അതിൽ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ അതുപോലെ തന്നെ ഭൂമിയുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്ന കുറേയൊക്കെ മനുഷ്യരുടെ കൈകടത്തലുകൾ ഇതിനിടവരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും മനുഷ്യൻ്റെ കൈകടത്തലുകളില്ലാതെ തന്നെ പ്രകൃതിയുടെ നിയമങ്ങളെ അനുസരിച്ച് തന്നെ ഭൂമിയെ ഇങ്ങനെ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ട അക്കാലത്തും ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നും വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ആകാശത്തു നിന്നുള്ള ആകർഷണം ആ പ്രദേശത്തേക്ക് എത്താത്തത് കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല. ആകാശത്തു നിന്നുള്ള നിയന്ത്രണം ചില പ്രദേശങ്ങൾ വന്നപ്പോൾ അവിടെ ഇതൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിലൊരു ഗവേഷണം ആവശ്യമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. ചിന്തിക്കാൻ വേണ്ടി, പഠന വിധേയമാക്കാൻ വേണ്ടി, ഗവേഷണത്തിന് വിധേയമാക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഈ രംഗത്തേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ വെള്ളത്തിലായിരുന്നു എന്നാണ് പറയാം. വെള്ളത്തിൽ നിന്ന് ഈ കേരളത്തെ വീണ്ടെടുത്തത് മഴ എറിഞ്ഞിട്ടാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു കരയാണ് നമ്മളെ കേരളക്കര. വെള്ളം ഒരു കാലഘട്ടത്തിൽ അറബിക്കടലിൻ്റെ ഭാഗമായിരുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ കീഴോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ കടലിൻ്റെ ഭാഗമായിരുന്നു. അതങ്ങ് പരശുരാമൻ മഴ എറിഞ്ഞു കിട്ടിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തെന്നെ പറഞ്ഞാലും വീണ്ടും അത് വെള്ളത്തിൻ്റെ ഭാഗമായി കടലിൻ്റെ ഭാഗമായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടാക്കുന്നില്ല. കടലിങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഉൾവലിഞ്ഞു പോകുന്നുണ്ട്. കടൽ ഉൾവലിഞ്ഞു പോകും, മണ്ണ് പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെ വലിയ പ്രളയങ്ങൾ, സുനാമി കൊടുങ്കാറ്റുകൾ വെള്ളത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. ഉയരങ്ങളോളം പർവ്വതങ്ങളോ ഉയരങ്ങളിൽ വെള്ളം വന്ന് ഉയരുകയും കരയിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. ഈ പ്രകൃതിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പുറം ലോകത്തുനിന്ന് വരുന്ന ഒരു ശക്തിയുടെ ഫലമായിട്ടാണ് ഈ സംഗതി ഉണ്ടാകുന്നതെന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയാതെ പോയത് ദുർഘടമായൊരവസ്ഥയാണ്. മനുഷ്യരുടെ ദുഷ്ചെയ്തി കൊണ്ട് മാത്രമല്ല, പ്രകൃതി ദൈവത്തിൻ്റെ കരങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലാക്കാൻ ഇത് ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തട്ടെ.